ഇത് എൻ്റെ വീട്ടിൽ പൂരത്തിന് പോയതാണ് കേട്ടോ. അതായത് നമ്മുടെ മുളയെന്ന് പറയും കേട്ടോ, തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ അവിടുത്തെ പൂരത്തിന് പോയതാണ്. ശ്രീചേട്ടൻ വന്നിട്ടില്ല, കടയിലാണ്. അങ്ങനെ പൂരത്തിനൊക്കെ പോയത് നമ്മൾ പൂരമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പാറുമോളും അതുമോളൊക്കെ പൂരം കാണാത്തതുകൊണ്ട് ഇതേ തോളിൽ കയറിയിട്ടാണ് പൂരം കാണുന്നത് കേട്ടോ. അവരെന്തായാലും അടിപൊളി പൂരമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആനകൾ ഇതേ വേഗം വേഗം പോവാണ് കേട്ടോ. ഇനി നമുക്ക് പൂരപ്പറമ്പൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണണ്ടേ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതാ ഇവിടെ ഇതുപോലെയുള്ള ഗെയിംസൊക്കെ കണ്ടത് കേട്ടോ. അങ്ങനെ 50 രൂപയൊക്കെ കൊടുത്ത് അച്ചുമോനും കിച്ചുമോനും എല്ലാവരും കൂടി ഇതാ ഇത് എറിയൊക്കെ ചെയ്തേ. ഒന്നും കിട്ടിയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അടുത്ത 50 രൂപ കൊടുത്തത് ഇവിടെ റിങ് എറിയാൻ പോകുന്നുണ്ട്. പിന്നെ എന്താ കിട്ടിയെന്ന് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു രസമല്ലേ എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്. പക്ഷെ പൈസ പോകാന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ റിങ് എറിയണമെന്ന് പറഞ്ഞിട്ട് ഇതും അച്ചുമോനും കിച്ചുമോനും ഒക്കെ എറിഞ്ഞു കേട്ടോ. അങ്ങനെ 50 രൂപയ്ക്ക് എത്രയോ 5 റിങ്ങോ 3 റിങ്ങോ മറ്റോ ആണ്. അങ്ങനെ എറിഞ്ഞെറിഞ്ഞ് അവസാനം കിട്ടി ഗൈസ്. ആ സന്തോഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ കിട്ടിയെന്നറിയോ? ഇതാ 10 രൂപയുടെ ഉജാല സോപ്പ്. അത് കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ അച്ചുമോൻ. എന്തായാലും 50 രൂപ കൊടുത്ത് 10 രൂപയുടെ സോപ്പ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് എൻ്റെ മോൻ. അങ്ങനെ കിച്ചുമോനും എറിയാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനും എറിഞ്ഞു. അതൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ കുലുക്കി സർബത്ത് ഉണ്ടായിരുന്നു. കുലുക്കി സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫ്ലേവർ വേണം. അങ്ങനെ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓരോ തരത്തിലുള്ള ഫ്ലേവർ മേടിച്ചു കൊടുത്തു കേട്ടോ. ആ ചേട്ടൻ പിന്നെ ദേ ഗ്ലാസ് ഇട്ട് കുലുക്കി തുടങ്ങി. കുലുക്കി തക്കത്ത അതാണല്ലോ മെയിനായിട്ടുള്ള സംഭവം. ഗ്ലാസ്സിൽ ഒഴിച്ച് ഇങ്ങനെ കുലുക്കിക്കൊണ്ടേ ഇരുന്നിട്ട് അങ്ങോട്ട് കുടിക്കുക. 50 രൂപ മറ്റാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ വില. അങ്ങനെ 4 എണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കളൊക്കെ അത് കുടിച്ചിട്ട് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. സോ അതൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു മുളക് ഉണ്ട് കേട്ടോ അതിൽ. അതാണ് പാറുമുളക് പറക്കി കളയുന്നത്. അങ്ങനെ ദേ പലതരം ഫ്ലേവറുകളൊക്കെ അവർ കുടിക്കുകയാണ്. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ തിരീശ കുടിച്ചു നോക്കിയത്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളും അതിൽ നിന്ന് മേടിച്ച് കുടിച്ചു. ചേട്ടനും എന്താ പറയുക നാത്തൂനും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അതിൽ നിന്ന് കുടിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ദേ വീണ്ടും വൈകുന്നേരം നമ്മുടെ അവിടെ കാവടികളുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമായിരുന്നു. ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വെറൈറ്റി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് വൈകുന്നേരം നമുക്ക് തിരിച്ചു പോകണം. കാരണം പിറ്റേ ദിവസം സ്കൂളിൽ പോകണമല്ലോ. പക്ഷേ കടന്നു പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. എങ്കിലും ഞങ്ങൾ വണ്ടിയൊക്കെ കൊണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഗൈസ്.